നമസ്കാരം. ലോക ഭൂപടത്തിൽ ഇന്ത്യയുടെ അഖണ്ഡതയും പരമാധികാരവും സംബന്ധിച്ച് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും സ്ഥാനമില്ലെന്ന് ഭാരതം വീണ്ടും ലോകത്തിനു മുന്നിൽ ഉറപ്പിച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അമേരിക്കയിലെ പ്രമുഖ ദിനപത്രമായ ന്യൂയോർക്ക് ടൈംസ് പാകിസ്ഥാൻ അധീന കാശ്മീരിനെ പാകിസ്ഥാൻ കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് പ്രസിദ്ധീകരിച്ച വാർത്തകൾക്കെതിരെ ഇന്ത്യൻ എംബസി നൽകിയ ശക്തമായ മറുപടി ഭാരതത്തിൻ്റെ ഈ ഒരു ശക്തമായ വിദേശ നയത്തിൻ്റെ ഭാഗം കൂടിയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയിരിക്കുന്ന പ്രദേശങ്ങളെ യാതൊരുവിധ ലളിതവൽക്കരണവുമില്ലാതെ വസ്തുതാപരമായി അഭിസംബോധന ചെയ്യേണ്ടതുണ്ട്. പാക് അധീന കാശ്മീരിൽ തുടരുന്ന ജനകീയ പ്രക്ഷോഭങ്ങളും അതിനിടെ പോലീസിന്റെയും സൈന്യത്തിന്റെയും അതിക്രമണങ്ങളിൽ ഇതിനകം തന്നെ 40-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന് വലിയ അന്താരാഷ്ട്ര പ്രാധാന്യവുമുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എന്നും ഉയർത്തിപ്പിടിക്കുന്ന ഒരൊറ്റ രാജ്യം ശക്തമായ നിലപാടെന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിഷയത്തെ ആഴത്തിൽ വിശകലനം ചെയ്യേണ്ടതുണ്ട്. സ്വന്തം രാജ്യത്തിന്റെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ലെന്ന ഉറച്ച തീരുമാനമായി മുന്നോട്ടു പോകുന്ന നരേന്ദ്രമോദി സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ലോകം കാണുന്നത്. അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ ഇത്തരം തെറ്റായ പരാമർശങ്ങൾക്കെതിരെ കൃത്യമായ സമയത്ത് ശക്തമായ മറുപടി നൽകാൻ ഇന്ത്യൻ നയതന്ത്രം കാണിക്കുന്ന ജാഗ്രതയും അഭിനന്ദാർഹമാണ്. ജമ്മു കാശ്മീരും ലഡാക്കും ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകങ്ങളാണ് എന്നതിൽ യാതൊരുവിധ സംശയത്തിനും ഇടമില്ല. 1947 സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ജമ്മു കാശ്മീർ മഹാരാജാവ് ഹരി സിംഗ് ഇന്ത്യയുമായി ഒപ്പുവെച്ച ലയനപത്രത്തിലൂടെ മുഴുവൻ കാശ്മീരിന്റെ നിയമപരമായ അധികാരം ഇന്ത്യക്കാണ് ലഭിച്ചത്. എന്നാൽ പാകിസ്ഥാന്റെ അധിനിവേശ സേനയും ഗോത്ര വിഭാഗങ്ങളും നടത്തിയ നുഴഞ്ഞുകയറ്റത്തെ തുടർന്ന് കാശ്മീരിന്റെ ഒരു ഭാഗം അനധികൃതമായി കയ്യേറപ്പെടുകയായിരുന്നു. അന്നു മുതൽ ഇന്ന് വരെ ഭാരതത്തിന്റെ ഔദ്യോഗിക നിലപാട് വളരെയധികം വ്യക്തമാണ്. പാകിസ്ഥാൻ കാശ്മീർ എന്നൊരു പ്രദേശം നിലവിലില്ല. ഉള്ളത് പാകിസ്ഥാൻ അനധികൃതമായി കൈവശം വെച്ചിരിക്കുന്ന ഇന്ത്യൻ ഭൂപ്രദേശം മാത്രമാണ്. 1994 ഇന്ത്യൻ പാർലമെന്റ് ഐക്യകണ്ഠേന പാസാക്കിയ പ്രമേയത്തിൽ പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയിരിക്കുന്ന ഈ പ്രദേശങ്ങൾ ഒഴിഞ്ഞു പോവേണ്ടതാണെന്നും അത് ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ചരിത്രപരമായ സത്യം മറച്ചുവെച്ചുകൊണ്ടാണ് ന്യൂയോർക്ക് ടൈംസ് പോലുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഈ ഭൂപ്രദേശത്തെ പാകിസ്ഥാൻ കാശ്മീർ എന്ന് വിശേഷിപ്പിക്കുന്നത്. മാധ്യമധർമ്മത്തിന് ഒട്ടും നിരക്കാത്തതും വസ്തുതകളെ വളച്ചൊടിക്കുന്നതുമാണിത്. ഇതിനെതിരെ ഇന്ത്യൻ എംബസി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നൽകിയ കടുത്ത പ്രതികരണം ഭാരതത്തിന്റെ പരമാധികാരത്തിൽ പുറത്തു നിന്നുള്ള ഇടപെടലുകൾ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്നതിന്റെ കൃത്യമായ സന്ദേശമാണ് നൽകുന്നത്. പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ വർഷങ്ങളായി പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ക്രൂരമായ അവഗണനയും ചൂഷണവുമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അടിസ്ഥാന അവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെടുന്ന ഭീകരമായ സാഹചര്യത്തിൽ അവിടെയുള്ള ജനങ്ങൾ പാകിസ്ഥാൻ ഭരണകൂടത്തിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങളാണ് നടത്തിവരുന്നത്. സാമ്പത്തിക തകർച്ചയും ഉയർന്ന വിലക്കയറ്റവും വൈദ്യുതി ചാർജും വൈദ്യുതി ക്ഷാമവും ഇവയെല്ലാം മൂലം വലയുന്ന സാധാരണക്കാരായ ജനങ്ങൾ തങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി തെരുവിലിറങ്ങുമ്പോൾ പാക് ഭരണകൂടം അവരെ നേരിടുന്നത് ക്രൂരമായ അടിച്ചമർത്തലിലൂടെയാണ്. ഈ മേഖലയിലുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേരെ പാക് പോലീസും സൈന്യവും നടത്തിയ വെടിവയ്പിലും അതിക്രമത്തിലും 40-ലധികം നിരപരാധികളായ മനുഷ്യർക്ക് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞു. ലോകത്തിന്റെ കണ്ണു വെട്ടിച്ച് പാകിസ്ഥാൻ നടത്തുന്ന ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ അന്താരാഷ്ട്ര സമൂഹം മൗനം പാലിക്കുന്നത് വലിയൊരു ദുരന്തമാണ്. എന്നാൽ ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്കിടയിൽ ഇന്ത്യയോട് ചേർന്ന് നിൽക്കണമെന്ന വികാരം ശക്തമായി വളർന്നു വരുന്നുണ്ട്. പാകിസ്ഥാന്റെ ദുർഭരണത്തിൽ നിന്നും അടിച്ചമർത്തലുകളിൽ നിന്നും മോചനം നേടി ഭാരതത്തോടൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്ന വലിയൊരു ജനവിഭാഗം അവിടെയുണ്ട് എന്നത് ആർക്കും നിഷേധിക്കാനാവാത്ത യാഥാർത്ഥ്യമാണ്. ഈ ജനങ്ങളുടെ നിലവിളി ലോകത്തിനു മുമ്പിൽ എത്തിക്കാനും അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനും ഭാരതം എപ്പോഴും മുന്നിലുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി എക്കാലത്തും ദേശസുരക്ഷയ്ക്കും രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കും പരമാധികാരത്തിനും മുൻഗണന നൽകുന്ന നിലപാടാണ് സ്വീകരിച്ചു പോന്നിട്ടുള്ളത്. നരേന്ദ്രമോദി സർക്കാരിന്റെ കീഴിൽ ഭാരതം വിദേശകാര്യ രംഗത്തും ആഭ്യന്തര സുരക്ഷയിലും ഒരിഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാത്ത ശക്തമായ നയങ്ങളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഭാരതത്തിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുന്നതോ അതിർത്തികളുടെ അഖണ്ഡതയെ തെറ്റായി ചിത്രീകരിക്കുന്നതോ ആയ ഒരു പരാമർശവും യാതൊരു കാരണവശാലും അംഗീകരിക്കാനാവില്ല എന്ന നിലപാടാണ് BJP സർക്കാർ സ്വീകരിക്കുന്നത്. മുൻകാല സർക്കാരുകളെ അപേക്ഷിച്ച് രാജ്യത്തിന്റെ സുരക്ഷാ വിഷയങ്ങളിൽ വളരെ കടുത്തതും വ്യക്തവുമായ തീരുമാനങ്ങൾ എടുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുമുണ്ട്. പാകിസ്ഥാൻ ഭീകരവാദത്തിനെതിരെ അതിർത്തി കടന്ന് തിരിച്ചടിക്കാനുള്ള ധൈര്യം കാട്ടിയ മോദി സർക്കാർ അന്താരാഷ്ട്ര വേദികളിൽ പാകിസ്ഥാനെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുന്നതിനും വിജയിച്ചിട്ടുണ്ട്.
പാക് അധീന കാശ്മീർ വിഷയത്തിൽ ഇന്ത്യയുടെ അവകാശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ശക്തമായി ഉന്നയിക്കപ്പെടുന്നു എന്നത് BJP സർക്കാരിന്റെ നയതന്ത്ര വിജയത്തിന്റെ തെളിവ് കൂടിയാണ്. രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു രാജ്യം ഒരു ലക്ഷ്യം എന്ന നയമാണ് BJP എപ്പോഴും പിന്തുടരുന്നത്. ഇത് സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ പാർട്ടിക്ക് വലിയ സ്വീകാര്യത നേടിക്കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. കാശ്മീരിന്റെ മുഖ്യധാരയിലേക്കുള്ള കടന്നുവരവും 2019 നരേന്ദ്രമോദി സർക്കാരും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ചേർന്നെടുത്ത ചരിത്രപരമായ തീരുമാനത്തിലൂടെ ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകിയിരുന്ന ആർട്ടിക്കിൾ 370 റദ്ദാക്കുകയുണ്ടായി. BJPയുടെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനങ്ങളിലൊന്നായിരുന്നു ഈ തീരുമാനം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്ക് കരുത്ത് പകരുന്നതായിരുന്നു ഇത്. ഈ നിയമ ഭേദഗതിയിലൂടെ ജമ്മു കാശ്മീരിനെയും ലഡാക്കിനെയും പൂർണ്ണമായും ഭാരതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ സർക്കാരിന് സാധിച്ചിട്ടുമുണ്ട്. രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളിലെ ജനങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അവകാശങ്ങളും നിയമങ്ങളും ജമ്മു കാശ്മീരിലെ ജനങ്ങൾക്ക് ലഭ്യമായി തുടങ്ങിയത് വലിയൊരു സാമൂഹിക മാറ്റത്തിനാണ് അന്ന് വഴിയൊരുക്കിയത്. ഈ ഒരു ചരിത്രപരമായ മാറ്റം പാക് അധീന കാശ്മീരിലെ ജനങ്ങളിലും വലിയ പ്രതീക്ഷകളാണ് നൽകിയിരിക്കുന്നത്. ഇന്ത്യയിലെ ജമ്മു കാശ്മീർ കൈവരിക്കുന്ന വികസനങ്ങളും പുരോഗതിയും കാണുമ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങൾക്ക് പാകിസ്ഥാന്റെ വഞ്ചനയും ദാരിദ്ര്യവും കൂടുതൽ വ്യക്തമായി മനസ്സിലാകുന്നുമുണ്ട്. ഭാരതത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഈ വികസന മുന്നേറ്റങ്ങൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങളെയും ഭാവിയിൽ ഇന്ത്യയോടൊപ്പം ചേരാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി മാറിക്കൊണ്ടിരിക്കുകയാണ്. BJP സർക്കാരിന്റെ ഈ ദീർഘവീക്ഷണമുള്ള തീരുമാനങ്ങൾ കാശ്മീർ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണുമെന്നതിൽ നിർണായക പങ്കും വഹിച്ചിട്ടുണ്ട്. ഭീകരവാദത്തോട് യാതൊരു സഹിഷ്ണുതയും കാണിക്കില്ല എന്ന നയമാണ് BJP സർക്കാർ അധികാരത്തിൽ വന്നതു മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. ഉറിയിലെ ഭീകരാക്രമണത്തിന് മറുപടിയായി ഭാരതീയ സൈന്യം നടത്തിയ സർജിക്കൽ സ്ട്രൈക്കും പുൽവാമ ആക്രമണത്തിന് ശേഷം നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണവും ഭാരതത്തിന്റെ പുതിയ സുരക്ഷാ നയത്തിന്റെ നേർക്കാഴ്ചകളായിരുന്നു. രാജ്യത്തിന് നേരെ തിരിയുന്ന ഏത് ഭീഷണിയും അതിന്റെ മാളത്തിൽ ചെന്ന് നേരിടാൻ ഭാരതീയ സേന സജ്ജമാണെന്ന ശക്തമായ സന്ദേശമാണ് ഈ നടപടികളിലൂടെ പാകിസ്ഥാന് ഭാരതം നൽകിയത്. പാകിസ്ഥാൻ കാശ്മീരിലെ ഭീകരവാദ ക്യാമ്പുകൾ തകർത്തെറിയാൻ ഇന്ത്യ കാണിച്ച ഈ ഒരു ആർജവം അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പോലും പ്രശംസ പിടിച്ചുപറ്റുന്നതായിരുന്നു. അതിർത്തി സുരക്ഷ കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി അത്യാധുനിക ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും സൈന്യത്തിന് ലഭ്യമാക്കാൻ മോദി സർക്കാർ ഒരു പ്രത്യേക ശ്രദ്ധയാണ് നൽകിയത്. പാകിസ്ഥാൻ നടത്തുന്ന നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളെയും വെടിനിർത്തൽ ലംഘനങ്ങളെയും ഇന്ത്യൻ സൈന്യം വളരെ കൃത്യതയോടെയും ശക്തമായുമാണ് ഇപ്പോഴും നേരിടുന്നത്. ഭീകരവാദത്തെയും അതിനെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ ഭരണകൂടത്തെയും അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടുന്നതിൽ ഭാരതത്തിന്റെ വിദേശകാര്യ നയം പൂർണ്ണ വിജയം കൈവരിച്ചിട്ടുമുണ്ട്. രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്ന ശക്തികളെ അമർച്ച ചെയ്യാൻ BJP സർക്കാർ കാണിക്കുന്ന രാഷ്ട്രീയ ഇച്ഛാശക്തി രാജ്യത്തെ ഓരോ പൗരനും അഭിമാനകരമായ കാര്യവുമാണ്. അന്താരാഷ്ട്ര തലത്തിലുള്ള പല പ്രമുഖ മാധ്യമങ്ങളും ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലും അതിർത്തി വിഷയങ്ങളിലും വസ്തുതാവിരുദ്ധമായ വാർത്തകളും പരാമർശങ്ങളും നൽകുന്നത് പതിവായി മാറിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസ് പാക് അധീന കാശ്മീരിനെ പാകിസ്ഥാൻ കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചത് ഇത്തരം പക്ഷപാതപരമായ മാധ്യമ പ്രവർത്തനത്തിന്റെ ഏറ്റവും പുതിയ ഉദാഹരണം കൂടിയാണ്. പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയിരിക്കുന്ന ഭൂപ്രദേശത്തെ ഏതെങ്കിലും ഒരു വിദേശ മാധ്യമം യാതൊരു മടിയുമില്ലാതെ പാകിസ്ഥാന്റെ ഭാഗമായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നത് ഇന്ത്യയുടെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമായിട്ടേ കാണാൻ പറ്റുകയുള്ളൂ. എന്നാൽ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ഇത്തരം തെറ്റായ വാർത്തകൾ വരുമ്പോൾ അവയെ നിശബ്ദമായി നോക്കി നിൽക്കാതെ ശക്തമായ ഭാഷയിൽ എതിർക്കാൻ ഇന്ത്യൻ എംബസികളും വിദേശകാര്യ മന്ത്രാലയം ഇന്ന് തയ്യാറാകുന്നുമുണ്ട്. അമേരിക്കയിലെ ഇന്ത്യൻ എംബസി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ നൽകിയ കടുത്ത മറുപടി ഇന്ത്യയുടെ നിലപാടുകളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും പിന്നോട്ട് പോകില്ലെന്ന പ്രഖ്യാപനമാണ് കാണിക്കുന്നത്. മാധ്യമങ്ങളുടെ സ്വാധീനം ഉപയോഗിച്ച് ഇന്ത്യയുടെ അതിർത്തികളെക്കുറിച്ചുള്ള തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങളെ കൃത്യമായി പ്രതിരോധിക്കാൻ നമ്മുടെ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് സാധിക്കുന്നുമുണ്ട്. രാജ്യത്തിന്റെ യശസ്സിനെ നശിപ്പിക്കാനും ഭാരതത്തിന്റെ അഖണ്ഡതയെ ചോദ്യം ചെയ്യാനും ശ്രമിക്കുന്ന ഏത് അന്താരാഷ്ട്ര ശക്തികൾക്കും ശക്തമായ മറുപടി നൽകാൻ പുതിയ ഭാരതം സജ്ജമാണെന്ന് ഈ സംഭവങ്ങൾ വീണ്ടും തെളിയിക്കുകയാണ്. ഇന്ത്യയുടെ കരുതലും പാകിസ്ഥാൻ കാശ്മീരിലെ ജനങ്ങൾ വർഷങ്ങളായി അനുഭവിക്കുന്ന പീഡനങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടേണ്ടത് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ഉത്തരവാദിത്വം കൂടിയാണ്. പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെയും അവരുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും ക്രൂരമായ മർദ്ദനങ്ങൾക്ക് ഇരയാകുന്ന അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് ഒരു രക്ഷയുമില്ലാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അഭിപ്രായ സ്വാതന്ത്ര്യമോ അടിസ്ഥാന സൗകര്യങ്ങളോ ഇല്ലാതെ ജീവിക്കുന്ന ആ ജനങ്ങളുടെ ഒപ്പം ഇന്ത്യ എപ്പോഴും നിലകൊള്ളുന്നുമുണ്ട്.
POK മേഖലയിലുണ്ടായ ജനകീയ പ്രക്ഷോഭങ്ങളിൽ പാക് സൈന്യത്തിന്റെ വെടിവയ്പിൽ 40-ലധികം പേർ കൊല്ലപ്പെട്ടത് അവിടുത്തെ ക്രൂരമായ അവസ്ഥയാണ് ലോകത്തിനിപ്പോൾ കാണിച്ചു കൊടുക്കുന്നത്. സ്വന്തം ജനങ്ങൾക്ക് നേരെ തോക്കുകൾ ഉപയോഗിക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ യഥാർത്ഥ മുഖം ഇന്ന് അന്താരാഷ്ട്ര തലത്തിൽ തുറന്നു കാട്ടപ്പെടുന്നുമുണ്ട്. ഭാരതം എക്കാലത്തും കാശ്മീരി ജനങ്ങളുടെ ക്ഷേമത്തിനാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. പാക് അധീന കാശ്മീരിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളുടെയും ആ ഒരു നിലപാടിൽ നിന്ന് മാറ്റാൻ നമുക്ക് കഴിയുകയുമില്ല. പാകിസ്ഥാന്റെ ഈ നരഹത്യകൾക്കെതിരെയും മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയും അന്താരാഷ്ട്ര വേദികളിൽ ശക്തമായ ശബ്ദമുയർത്താൻ ഭാരതം എപ്പോഴും മുന്നിലുമുണ്ട്. അവിടുത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കുന്ന ഒരു കാലം വിദൂരമല്ലെന്നും ഭാരതം അതിനായി ഒപ്പമുണ്ടാകുമെന്നുമുള്ള പ്രതീക്ഷയാണ് ഇത് നൽകുന്നത്. BJPയുടെ ദേശസ്നേഹ രാഷ്ട്രീയവും രാജ്യത്തിന്റെ പരമാധികാരവുമായി ബന്ധപ്പെട്ട ഇത്തരം വിഷയങ്ങളിൽ ഭാരതത്തിലെ പൊതുജനങ്ങൾ വളരെ ജാഗ്രതയോടും ദേശസ്നേഹത്തോടുമാണ് പ്രതികരിക്കുന്നത്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും പൊതു ഇടങ്ങളിലും ന്യൂയോർക്ക് ടൈംസിന്റെ തെറ്റായ പരാമർശത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് സാധാരണക്കാരായ ജനങ്ങളിൽ നിന്നുണ്ടായത്. ഭാരതീയ ജനതാ പാർട്ടി ഉയർത്തിപ്പിടിക്കുന്ന ദേശസ്നേഹ രാഷ്ട്രീയവും ദേശീയ ബോധവും ഇന്ന് രാജ്യത്തെ കോടിക്കണക്കിന് യുവജനങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ വേരോടിയിട്ടുമുണ്ട്. ഏതൊരു വിഷയത്തിലും രാജ്യത്തിന്റെ താൽപ്പര്യങ്ങൾക്കാണ് പ്രഥമ പരിഗണന നൽകേണ്ടതെന്ന പാഠം ജനങ്ങളെ പഠിപ്പിക്കുന്നതിൽ BJP വലിയ പങ്ക് വഹിച്ചിട്ടുമുണ്ട്. പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണെന്ന യാഥാർത്ഥ്യം ഓരോ ഇന്ത്യൻ പൗരന്റെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിട്ടുള്ള ഒന്നാണ്. അതിലൊരു വിദേശ മാധ്യമത്തിന്റെ സർട്ടിഫിക്കറ്റും ഇന്ത്യക്ക് ആവശ്യവുമില്ല. രാജ്യത്തിന്റെ അഖണ്ഡതയെ ബാധിക്കുന്ന കാര്യത്തിൽ രാഷ്ട്രീയ ഭിന്നതകൾ മറന്ന് ഒറ്റക്കെട്ടായി നിൽക്കാൻ നമ്മുടെ ജനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നത് ഭാരതത്തിന്റെ ജനാധിപത്യ കരുത്താണ് കാണിക്കുന്നത്. ഇത്തരം ജനകീയ പിന്തുണയാണ് മോദി സർക്കാരിന് കാശ്മീർ വിഷയത്തിൽ കൂടുതൽ ശക്തമായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ആത്മവിശ്വാസം നൽകുന്നത്. ദേശസ്നേഹം എന്നത് വെറുമൊരു വാക്കല്ല, പ്രവൃത്തിയിലൂടെ കാണിക്കേണ്ട ഒന്നാണെന്ന് ഭാരതത്തിലെ ജനങ്ങൾ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ഭാരതത്തിന്റെ ഉജ്ജ്വലമായ ഭാവിയിലേക്കുള്ള ചുവടുവയ്പ്പുകളാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്നത്. ന്യൂയോർക്ക് ടൈംസിന്റെ ഭാഗത്ത് നിന്നുണ്ടായ തെറ്റായ പരാമർശവും അതിനെതിരെ ഇന്ത്യൻ എംബസി നടത്തിയ ശക്തമായ പ്രതിരോധവും തെളിയിക്കുന്നത് പുതിയ ഭാരതം സ്വന്തം പരമാധികാരത്തിൽ നിന്ന് ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകില്ല എന്നത് തന്നെയാണ്. പാക് അധീന കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തുന്ന അതിക്രമങ്ങളും മനുഷ്യാവകാശ ലംഘനങ്ങളും ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടാൻ ഇന്ത്യ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയുമാണ്. പാക് അധീന കാശ്മീർ എന്നത് പാകിസ്ഥാന്റെ ഭാഗമല്ല, മറിച്ച് പാകിസ്ഥാൻ അനധികൃതമായി കയ്യേറിയിരിക്കുന്ന ഇന്ത്യൻ ഭൂപ്രദേശം മാത്രമാണെന്നതിൽ യാതൊരു സംശയവുമില്ല. അവിടുത്തെ ജനങ്ങളുടെ മോചനവും ഭാരതത്തോടുള്ള അവരുടെ താൽപ്പര്യങ്ങളും ഭാവിയിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുമെന്നതും ഉറപ്പാണ്. BJP സർക്കാരിന്റെ ശക്തമായ രാഷ്ട്രീയ ഇച്ഛാശക്തിയും ദേശീയ സുരക്ഷാ നയങ്ങളും ഈ വിഷയത്തിൽ ഭാരതത്തിന്റെ നിലവിലുള്ള നിലപാടിനെ കൂടുതൽ കരുത്തുറ്റതാക്കുകയാണ്. ഇന്ന് ലോകത്തിന് മുൻപിൽ തലയുയർത്തി നിൽക്കുന്ന സ്വന്തം അവകാശങ്ങൾക്ക് വേണ്ടി ശക്തമായി ശബ്ദിക്കാൻ കഴിയുന്ന ശക്തമായ ഒരു ഇന്ത്യയാണ് ഇന്ന് നാം കാണുന്നത്. വരുന്ന കാലങ്ങളിൽ ഭാരതത്തിന്റെ ഈ നിലപാടുകൾ കൂടുതൽ വിജയം കാണുമെന്നും പാക് അധീന കാശ്മീർ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രദേശങ്ങളും പൂർണ്ണമായും ഭാരതത്തോടൊപ്പം ചേരുന്ന ഒരു ദിവസം ഉണ്ടാകുമെന്നും നമുക്ക് പ്രത്യാശിക്കാം. രാജ്യത്തിന്റെ അഖണ്ഡതയ്ക്കായി നിലകൊള്ളുന്ന ഓരോ പൗരന്റെയും പിന്തുണയോടെ ഭാരതം ഇനിയും മുന്നോട്ട് കുതിക്കും. ഈ വാർത്തയെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വാർത്തകൾ വേഗത്തിൽ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.